ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊരു സ്ഥലത്തിൻ്റെ കാഴ്ചയും വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിക്കടുത്തുള്ള കണ്ണമ്പ്രയിലെ വാവുമല കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മളിപ്പോൾ ഏകദേശം അണക്കപ്പാറ എന്ന സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അണക്കപ്പാറ വാട്ടർ ഡെക്ക് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ അതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പാലക്കാട് വടക്കഞ്ചേരി ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ വാട്ടർ ഡെക്ക് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ വാവുമലയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര മംഗലം പാലമൊക്കെ കടന്നിട്ട് വടക്കഞ്ചേരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് വടക്കഞ്ചേരി ഹൈവേ ആ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഈ ഹൈവേയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു സർവീസ് റോഡുണ്ട്. ആ സർവീസ് റോഡിൽ കയറിയിട്ടാണ് പോവേണ്ടത്. ഈ സർവീസ് റോഡിൽ കയറി കഴിയുമ്പോൾ ഒരു മേൽപ്പാലം പോലുണ്ട്. അതിൻ്റെ താഴെ കൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് റൈറ്റ് ടേൺ എടുത്തിട്ട് അടിയിലൂടെയുള്ള ഈ പാത ക്രോസ് ചെയ്ത് മറുവശത്ത് എത്തിയ ശേഷം നേരെ കാണുന്ന റോഡിലൂടെയാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ ഈ റോഡ് കണ്ണമ്പ്ര റോഡാണ് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ നമ്മൾ വടക്കഞ്ചേരി വാവുമല എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഇങ്ങോട്ടുള്ള വഴി കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി കൂടിയാണ്. എല്ലാവർക്കും ഈ വഴി എളുപ്പമായിക്കൊള്ളണമെന്നില്ല. നമ്മൾ പാലക്കാട് നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഈ റൂട്ടാണ് ഏറ്റവും എളുപ്പം. പിന്നെ ആദ്യം നമുക്കും ഈ സ്ഥലത്തെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞും കേട്ടുള്ള അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടുള്ള യാത്ര തുടങ്ങിയത്. അങ്ങനെ നമ്മൾ വാവുമലയുടെ ഏറ്റവും താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടൊരു ലെഫ്റ്റിലേക്കൊരു മണ്ണിൻ്റെ റോഡാണ്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി ബാക്കി ദൂരം നടന്നാണ് പോകേണ്ടത്. ഈ കാണുന്ന മൺ റോഡിനുള്ളിലൂടെ പോയിട്ട് വേണം നമുക്ക് ഏറ്റവും മേലെത്താനായിട്ട്. അപ്പോൾ കുറച്ച് ദൂരം ഈ മൺ റോഡിലൂടെ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് കൽപ്പടവുകൾ കാണാനുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാടിനുള്ളിൽ എന്ന പോലൊരു ഫീലാണ്. പക്ഷേ ഈ കൽപ്പടവുകൾക്ക് ഇരുവശവും റബ്ബർ എസ്റ്റേറ്റുകളാണുള്ളത്. നമ്മളങ്ങനെ പടവുകളിലൂടെ കുറച്ച് നേരം കയറി കഴിയുമ്പോൾ പിന്നെ നമുക്ക് നടുവിലൊരു കൈവരി കാണുന്നുണ്ട്. അതിലൂടെ പിന്നെ നമ്മൾ മേലെ കയറി കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ പകുതി ദൂരത്തോളം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് കമ്പി കൊണ്ടുള്ള പടവുകളാണ്. അപ്പോൾ ഈ പടവിലൂടെ നേരെ കയറി കഴിഞ്ഞാൽ നമ്മൾ മലയുടെ ഏറ്റവും മേലെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് ദൂരം മാത്രമേ നമുക്ക് പാറയിലൂടെ കയറേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ തേടി വരുന്ന വാവുമല. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സ്വയംഭൂവായ ശിവലിംഗം എന്നാണ് പറയപ്പെടുന്നത്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി, ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി, രമണ നിനഗേ നമോ നമോ, ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി, ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി. വളരെയധികം പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു നമ്മൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല ഈ മലയുടെ മുകളിൽ നിന്നുള്ള ദൂരക്കാഴ്ച വളരെ മനോഹരമായിരുന്നു. ഈ പച്ചപ്പും അതുപോലെ നീലാകാശമൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. ഈ കാണുന്ന കുന്നിൻ്റെ മുകളിൽ ആരുടെയും ശല്യം കൂടാതെ സൂര്യോദയ സമയത്ത് സൂര്യാസ്തമയ സമയത്തൊക്കെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയ അനുകൂല സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നല്ല കാഴ്ചകളും നല്ല അനുഭവങ്ങളും തേടിയുള്ള യാത്ര നമ്മൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ കാഴ്ചയുടെ വിശേഷങ്ങൾ ഇത്രമാത്രം. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത കാഴ്ചയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.